നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. തിരൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു. നവംബർ 27, 28, 29 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. തൃപ്രങ്ങോട് മേപ്പാടം SSC നഗറിലേക്ക് നിർമ്മിച്ച റോഡിന്റെയും ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. ചെറിയമുണ്ടം നെല്ലിക്കൽ മുത്താണിക്കാട് ഹസൻ സ്മാരക അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് തിരൂർ ഏരിയ സമ്മേളനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഫൈസൽ കാടേങ്ങൽ അധ്യക്ഷത വഹിച്ചു. സൗത്ത് അന്നാര ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ആലത്തിയൂർ ഹനുമാങ്കാവ് ആഞ്ജനേയ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന് സമ്മാനിച്ചു. ബിജു കൃഷ്ണൻ, PC ജയശ്രീരാജ എന്നിവർ ചേർന്ന് നൽകി. വാർത്തകൾ വിശദമായി. തിരൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു. നവംബർ 27, 28, 29 തീയതികളിൽ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിൽ 3 വിഭാഗങ്ങളിലായി 2000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു. DDE VP റഫീഖ് ലോഗോ ഏറ്റുവാങ്ങി. കൗൺസിലർ P ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. DEO RP ബാബുരാജ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മനോജ് ജോസ്, KR ബിനു, IV ഹരീഷ്, M ഷമ്മി, TV ദിനേശ്, ഡോക്ടർ E പ്രവീൺ, അഫീല റസാഖ്, സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കലോത്സവത്തിന്റെ സംഘാടനത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ നടക്കുന്നതായി സംഘാടകർ അറിയിച്ചു. വെട്ട ന്യൂസ് തിരൂർ. തൃപ്രങ്ങോട് മേപ്പാടം SSC നഗറിലേക്ക് നിർമ്മിച്ച റോഡിന്റെയും ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 25 ലക്ഷം രൂപ ചെലവഴിച്ച് തൃപ്രങ്ങോട് മേപ്പാടം SSC നഗറിൽ നിർമ്മിച്ച റോഡിന്റെയും ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ശാലിനി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ കാവീട്ടിൽ, വാർഡ് മെമ്പർ രമ്യ, സജിത് ആനാട്ട്, താജു ആനപ്പടി, നൌഷാദ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് തൃപ്രങ്ങോട്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ നിർമ്മിച്ച നെല്ലിക്കാട് 97-ാം നമ്പർ മുത്താണിക്കാട് ഹസൻ സ്മാരക അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT നാസർ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നെല്ലിക്കാടിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായിരുന്നു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അതിഥികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്നത്
മെഡിക്കൽ ക്യാമ്പ്, കുട്ടികളുടെ കലാപരിപാടികൾ, ഗാനമേള എന്നിവ ഉദ്ഘാടന ചടങ്ങിൽ അരങ്ങേറി. തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി എന്നിവർ മുഖ്യാതിഥിയായിരുന്നു. രാവിലെ കമ്പത്ത് മെഡിക്കൽ സെന്റർ, അഹല്യ ഐ ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഹാജിഷ തസ്നി ഉദ്ഘാടനം ചെയ്തു. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ PH കുഞ്ഞായിഷക്കുട്ടി, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ IV സമദ്, റജീന ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NA നസീർ, TA റഹീം, C ഷംസിയ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിത്വങ്ങൾ, വിവിധ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകൾ എന്നിവരെ വാർഡ് വികസന സമിതി ഉപഹാരം നൽകി ആദരിച്ചു. വെട്ടന്യൂസ് ചെറിയമുണ്ടം. ലെൻസ്ഫെഡ് തിരൂർ ഏരിയ സമ്മേളനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. തിരൂർ പൂക്കയിൽ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തിരൂർ പ്രസിഡന്റ് ഫൈസൽ കാടേങ്ങൽ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമിതരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥർ പബ്ലിക്കിനോട് യാതൊരുവിധ സർവീസ് മനോഭാവവും ഇല്ലാത്തവരായാണ് പെരുമാറുന്നതെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം, അതൊരു ശരിക്കും ഭരണകൂടവും അതിൽ വരുന്ന ഉദ്യോഗസ്ഥരും പിന്നെ എന്താ പറയുക, PSC പബ്ലിക് സർവീസ് ആണെങ്കിലും യാതൊരു സർവീസ് മൈൻഡും ഇല്ലാത്ത കുറേ ആളുകൾ പിന്നെ ഉദ്യോഗസ്ഥരായി വരികയും ഒരു സെൻറ്റിമീറ്ററിൻ്റെ കാര്യത്തിലൊക്കെ എഞ്ചിനീയർമാരോട് അടികൂടി അല്ലെങ്കിൽ അവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ അവരുടെ ഫയൽ തടഞ്ഞു വയ്ക്കുന്നൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. 1 or 2 തവണ ഒരു എഞ്ചിനീയർക്ക് ഒരു ഓവർസിയർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഒരു എഞ്ചിനീയർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരമുള്ള ബൈലോസ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആക്റ്റോ റൂളോ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ആരാടാ നമ്മളെ പഠിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ഫയൽ ഇവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ കുറേ തളർന്നു വെച്ച കേസുകളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഇപ്പോൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, കാരണം അത് അങ്ങനെയാണ്. തിരൂർ ഏരിയ സെക്രട്ടറി VV അരുൺ സ്വാഗതം പറഞ്ഞു. മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അമീർ പാതാരി മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി VKA റസാഖ് ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ A ജാഫർ അലി ക്ഷേമനിധി അവലോകനവും നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് BA പ്രൊഫഷണൽ എന്ന വിഷയത്തിൽ ലത്തീഫ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. സംസ്ഥാന മെമ്പർമാരായ സനിൽ നടുവത്ത്, T നഫ്സൽ ബാബു, ജില്ലാ വൈസ് പ്രസിഡന്റ് P മോഹനകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിയാസ് പാറോളി, ഏരിയ ട്രഷറർ അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പ്രസിഡന്റായി നഫ്സൽ ബാബുവിനെയും സെക്രട്ടറിയായി ജസീർ പൈങ്ങോട്ടിൽ, ട്രഷററായി ഫൈസൽ അമ്മയേങ്ങയെയും തെരഞ്ഞെടുത്തു. വെട്ടന്യൂസ് തിരൂർ. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ സൗത്ത് അനാര ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിക്കാൻ സ്ഥലം വിട്ടു നൽകിയ വള്ളിയേങ്ങൽ സലീമിനെ ആദരിച്ചു. വൈസ് ചെയർമാൻ P രാമൻകുട്ടി സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സലാം മാസ്റ്റർ, ഫാത്തിമത്ത് സജ്ന, നസിയ ഷാഫി, കൗൺസിലർ ഹാരിസ് VP, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജഹാന PKK, VP സൈദലവി, റിഷാദ് വെളിയമ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. വെട്ടന്യൂസ് തിരൂർ. ആലത്തിയൂർ ഹനുമാൻകാവ് ദേവസ്വം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ആഞ്ജനേയ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന് കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മയുടെ പ്രതിനിധികളായ ബിജു കൃഷ്ണൻ, PC ജയശ്രീരാജ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു മധു ബാലകൃഷ്ണന് പൊന്നാട ചാർത്തി. അജിത് കൊളാടി പ്രശസ്തി പത്രം കൈമാറി. ആഞ്ജനേയ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന് കോഴിക്കോട് സാമൂതിരി രാജ PK കേരളവർമ്മയുടെ പ്രതിനിധിയായ ബിജു കൃഷ്ണൻ, PC ജയശ്രീരാജ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CT ബിജു ഉപഹാരം നൽകി. ബിജു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
മലബാർ ദേവസ്വം മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ OK ബേബി ശങ്കർ, അസിസ്റ്റന്റ് കമ്മീഷണർ KK പ്രമോദ് കുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ K പരമേശ്വരൻ, ഗോപിനാഥൻ നമ്പ്യാർ, ദിവ്യ മധുബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ശാസ്താംപാട്ട് കലാകാരനായ KT ബാലൻ നായർ, യുവ എഴുത്തുകാരി സന്ധ്യ വാസു, ദേശീയ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കൗശിക് കൃഷ്ണ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. വെട്ടന്യൂസ് ആലത്തിയൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.